അല്ല, എന്നാൽ ജയിലിൽ ഒരാൾ ഒറ്റയ്ക്കേയുള്ളൂ. അഥവാ ആരെങ്കിലും അടുത്തു വന്നാൽ അവർ വെറുപ്പോടെയാണ് പെരുമാറുക. അവരുടെ സാമീപ്യത്തേക്കാൾ നല്ലത് ഏകാന്തത തന്നെയാണ്. അങ്ങ് തത്വശാസ്ത്രം പഠിക്കുന്നുണ്ടോ? സിൻഡയൂമിൽ വച്ച് ഞാൻ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ മതപരിവർത്തനം ചെയ്ത ഒരാളായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ആരുമല്ല. ജീവിത യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കും. ഞാൻ മറ്റുള്ളവരെ വെറുക്കുന്നു, മറ്റുള്ളവർ എന്നെയും. ആരാണ് നിങ്ങളെ വെറുക്കുന്നത്? എല്ലാവരും. അതിൽ ആദ്യത്തേത് ദൈവം തന്നെ. എന്റെ ഭാര്യ എന്നോട് അവിശ്വസ്തത പുലർത്താനും എന്നെ നശിപ്പിക്കാനും ദൈവം അനുവദിച്ചു. സ്വതന്ത്രനും ബഹുമാന്യനുമായിരുന്ന എന്നെ കുറ്റവാളിയും ആയുഷ്കാല തടവുകാരനുമാക്കുവാൻ ദൈവം ഇടവരുത്തി. ദൈവം എന്നെ ഉപദ്രവിച്ചു.